ഹായ് അസ്സലാമു അലൈക്കും. കിസൽ ക്യൂസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ഫ്രീസറിൽ കടക്ക വെച്ചിട്ട് കാണിക്കുന്നതല്ലേ. അപ്പോൾ ഓർഡർ ഉണ്ട്, അതിന് കുറച്ച് അതിൻ്റെ ഇങ്ങനെ ബായി തുറക്കുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം വെച്ചത്. അപ്പോൾ അതിന് ശേഷം എല്ലാം ആക്കിയിട്ടായി. പിന്നെ കുറച്ച് ബാംഗ്ലൂരിലേക്ക് ഓർഡർ ഉണ്ട്, അതിന് എൻ്റെ മുകളിലെല്ലാം പെരക്കിയിട്ട് ഫ്രീസാക്കാൻ വെച്ച്. അപ്പോൾ ആക്കുമ്പോൾ കുറച്ച് അധികം വെക്കും. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ടാന്ന്, അപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയത് കുറച്ച് അധികം തന്നെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് കുറച്ച് ഉന്നക്കായിൻ്റെ എല്ലാം ഓർഡർ ഉണ്ട്. അപ്പോൾ ഇത് ഉന്നക്കായിൻ്റെ ഓർഡറിന് രാത്രി ഇതാക്കിയിട്ട് വെച്ചത്. അപ്പോൾ പിറ്റേ ദിവസം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനുള്ള കല്ലുമ്മക്കായും പിന്നെ പിറ്റേ ദിവസം ഒരു എൻഗേജ്മെൻറ്റിന് കൊടുക്കാനുള്ള ഇത്. അപ്പോൾ രാത്രി ഞാൻ പിന്നെ ഇത് കായെല്ലാം പണ്ടെല്ലാം ആക്കിയിട്ട് വെച്ച് എന്നിട്ട് രാവിലെ എണിച്ചിട്ട് ഒരു 4 കിലോ കായെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ കൊടുത്തിട്ട് വെച്ചത്. എന്നിട്ട് പൂങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുക്കുന്ന പുട്ടെല്ലാം ചുടുന്നുണ്ട്. പിന്നെ പിള്ളേർ സ്കൂളിൽ പോകുന്നതല്ല, അപ്പോൾ പുട്ടെല്ലാം ചുട്ട്. അപ്പോൾ ഇത് രാവിലെ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട് 3 ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നെ ഡെലിവറി ആക്കാനുണ്ട്. അതിന് ശേഷം റോളിൻ്റെ മസാല ആക്കി. അപ്പോൾ റോളും ഉന്നക്കായും 50 മുട്ടൻ്റെ മുട്ടമാലയാണ്, പിന്നെ കട്ട്ലറ്റ് 50 കട്ട്ലറ്റ് ഉണ്ട് അതിന്. അപ്പോൾ അതെല്ലാം പിന്നെ ഇനി മുട്ടമാല ആക്കുന്നുണ്ട്. ബാക്കിയെല്ലാം മുട്ടമാല ആക്കിയതിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ അവർക്ക് എൻഗേജ്മെൻറ്റിന് അടുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ മുട്ടമാലെല്ലാം ആക്കിയിട്ടായി. പിന്നെ അതിന് ശേഷം ഞാൻ റോളെല്ലാം ആക്കാൻ കഴിഞ്ഞ് അതിൻ്റെ അടുക്കുന്ന് ഉന്നക്കായി ഫ്രൈ ആക്കാൻ എല്ലാം ആക്കുന്നുണ്ട്. ഉന്നക്കായി ഫ്രൈ ആക്കി ഉന്നക്കായി ഫ്രൈ ആക്കിയിട്ടായി കട്ട്ലറ്റ് ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ ഇത് ഷീറ്റ് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് ചൂടാക്കുന്നത്. അതിന് ശേഷം ഇതാ കട്ട്ലറ്റ് എല്ലാം തിരക്കായി പോയി, 2 മണിയാകുമ്പോൾ കൊടുക്കണ്ടേ അല്ലേ. അങ്ങനെ അതിൻ്റെ അടുക്കുന്ന മുട്ടമാലിൻ്റെ ഇതാക്കി എല്ലാം ആക്കി ബോക്സ് എല്ലാം ആക്കിയിട്ട് വെച്ച് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ. ആ സമയമാകുമ്പോൾ തന്നെ 2 മണിയാകുമ്പോൾ തന്നെ ആൾ വന്നിട്ട് കൊണ്ടുപോയി, ലേറ്റായിട്ടാണ്. പിന്നെ അതിന് ശേഷം അതിൻ്റെ ക്ലീനിങ് മുട്ടമാലെല്ലാം ആക്കിയെങ്കിൽ ഇത് ഉറ്റിയിട്ട് അതിൻ്റെ സിറപ്പെല്ലാം ഉറ്റിയിട്ട് നല്ലോണം ഇതാണ്. പിന്നെ ഉറ്റിയതിന് ഞാൻ അപ്പം തന്നെ എടുക്കലുണ്ട്, പക്ഷേ ഇന്ന് ഇത് ഫ്രൈ ആക്കാനെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ അതിന് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇത് 2 വട്ടം പണിയാകുന്നില്ലേ. അങ്ങനെ ഇതാക്കിയിട്ട് കത്തിയോടെ എല്ലാവരും നല്ലോണം പൊടിച്ചതിന് കത്തിയോടെ ആക്കുമ്പോൾ കയ്യും മുറിഞ്ഞ് നല്ല മുറി വന്ന് ചോരെല്ലാമായിട്ട്. അങ്ങനെ പിന്നെ നമ്മളെ പണിയെടുക്കാതെക്കാൻ കഴിയില്ലല്ലോ. എല്ലാവരും വിചാരിക്കുന്ന ഇത് പൈസ ചോദിക്കുമ്പോൾ ഭയങ്കര ഇതാക്കുന്നത്, അവർക്കെന്തോ ഫ്രീയിൽ കൊടുക്കേണ്ട മാതിരി ആക്കുന്നത്. നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ ഈ ഒരു പണിയെല്ലാം എടുക്കുന്നത്, അല്ലാതെ നമുക്കിവിടെ ഇരുന്നെടുത്തത് അതൊന്നല്ല. അത് റോളൊന്നായിട്ട് ഉന്നക്കായി റോളും എന്തോ ആയിട്ട് വരുമൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം ഇത് വേറെ ഓർഡർ ഉണ്ടായി. അപ്പോൾ ഇതുണ്ടായത് മലപ്പുറത്തേക്കുള്ള ഒരു ഓർഡർ. മലപ്പുറത്തേക്ക് പിന്നെ ഒരാൾ കൊണ്ടുപോകാൻ പറഞ്ഞത്, അവർക്ക് മലപ്പുറത്തോടെ നാട്. അപ്പോൾ ഇങ്ങനെ വേണമെന്ന് ആടെ അങ്ങോട്ട് ഇതില്ലാന്ന് തോന്നുന്നു, മുട്ടമാല ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണ് മുട്ടമാല തന്നെ, ഭയങ്കര കാര്യം. അപ്പോൾ അങ്ങനെ ഒരു നാട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടാൾ ഒരു നാട്ടിൽ പോകുന്ന സമയത്ത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയത്. കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ പെരക്ക് പോകുമ്പോൾ അങ്ങനെ മുട്ടമാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബോക്സിലാക്കിയിട്ട് പിന്നെ ഒരു 7 മണീൻ്റെ ട്രെയിനിന് പോയത്. അപ്പോൾ ആ സമയത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുകൊടുത്തത്. അതിന് ശേഷം പിറ്റേ ദിവസത്തേക്ക് കുറച്ച് ദുബൈയിലേക്കുള്ള കുറച്ച് സ്നാക്സിൻ്റെ ഓർഡർ ഉണ്ടായിന്. ഉന്നക്കായും സമോസയും അതും ഉണ്ടായിന്. അങ്ങനെ അതും ആക്കിയിട്ട് പിന്നെ ഫ്രീസറിൽ വെച്ച് രാത്രി വെച്ച് ഉന്നക്കായും വെച്ച്. അപ്പോൾ രാവിലെ അത് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഉന്നക്കായിൻ്റെ അടുത്ത് കുറച്ച് അരച്ചിട്ടും കാണുന്നല്ലേ. അപ്പോൾ അത് വേറെ ഓർഡറിന് വേണ്ടിയിട്ട് അരച്ചിട്ട് വെച്ചത്. അപ്പോൾ ഇത് രാവിലെ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം പാക്കെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 ബോക്സ് പാക്കാക്കിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ദുബൈയിലേക്ക് പോകുമ്പോൾ പിന്നെ ഇതെല്ലാം നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നത്, അല്ലാതെ പിന്നെ ഈസി ആയിട്ടൊന്നുമല്ല. ഏത് കാര്യം നമ്മൾ ഈസി ആയിട്ടൊന്നും നമുക്ക് പൈസ ഒന്നും കിട്ടില്ല. നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലേ നമുക്ക് പൈസ കിട്ടും. പിന്നെ ഇതിൻ്റെ റേറ്റ് പറയുമ്പോൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അത്രയുണ്ട് ഇത്രയുണ്ട്, ആടെ അത്രയുണ്ട് ഇത്രയുണ്ടല്ലോ. നല്ല കഷ്ടപ്പാടുണ്ട്, നല്ല ഇപ്പോൾ എല്ലാത്തിനും റേറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതും ഡെലിവറി ചെയ്യുന്നതിന് ശേഷം പിന്നെ ബാക്കി വേറെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഞാൻ ഇത് 2 ദിവസത്തെ ഓർഡർ ഞാൻ ഒന്നിച്ചിട്ട് ഇട്ടത്. ബാക്കി ഓർഡറിൻ്റെ വിശേഷമെല്ലാം അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് കമൻറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇൻസ്റ്റാന്ന് എടുത്തിട്ട് എനിക്ക് കോളാക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഇടാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.